നമസ്കാരം. മിന്നൽ താരത്തിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഞങ്ങൾ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ പ്രൊഡ്യൂസറുമായിട്ട് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മലയാളത്തിന്റെ ഒട്ടുമിക്ക താരങ്ങളും മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും വന്നിട്ടുള്ളത് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിലെ നാടകങ്ങളിലൂടെ ആയിരിക്കാം അവരുടെ കല എന്ന് പറയുന്ന ഒരു വാസന ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപക്ഷെ അത് വളരെയധികം അർത്ഥവത്തായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമ്മൾ ഒരു ചെടി നടുമ്പോൾ അന്ന് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിലാണ് അതിൽ എന്തൊക്കെ തരം വളങ്ങൾ നമ്മൾ പ്രയോഗിക്കുക എന്നനുസരിച്ച് അതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കലാകാരന്മാരും ഭൂരിഭാഗം കലാകാരന്മാരും വന്നിട്ടുണ്ടാവുക സ്കൂൾ നാടകങ്ങളിലൂടെയും അതുപോലെ തന്നെ കോളേജ് തലത്തിലെ പെർഫോമൻസിലൂടെയൊക്കെ തന്നെ ആയിരിക്കാം സിനിമയിലേക്കും നാടകരംഗത്തേക്കും മറ്റുള്ള കലാരംഗത്തേക്കും എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടങ്ങൾ തന്നെയാണ് എന്നിൽ എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എൻ്റെ അധ്യാപകർ, എന്നോട് സഹകരിച്ചിട്ടുള്ള സഹപ്രവർത്തകർ, ടീച്ചേഴ്സൊക്കെയാണ്. വളരെ നല്ല ഒരു ഓർമ്മ തന്നെയാണ് ആ ഒരു കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ. നമ്മൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ സമ്മാനങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്തൊരു രസമായിരിക്കും. എന്തോരം ഒരുപാട് ആരാധികമാരും ചെറിയ ചെറിയ ആരാധികമാരൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഞാനങ്ങനെ എന്തോരം ഒരു ബെസ്റ്റ് ആക്ടറായിട്ടൊക്കെ എന്തോരം സമ്മാനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക്. നിനക്ക് ആരെന്ത് എവിടെ നിന്ന് നന്നായി പറയണത്? ചേട്ടൻ മിണ്ടല്ലേ, നമ്മളൊരു സംഭവം ചെയ്യല്ലേ. ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കോളേജിൽ പോയി എന്തിനാ? കോളേജിൽ പോയത് പഠിക്കാനാണ്, പിന്നെ നാടകം കളിക്കും. പക്ഷേ ഞാനറിഞ്ഞ അങ്ങനെയല്ല. നീ കോളേജിൽ പോയത് അവിടെ കോളേജിൻ്റെ അവിടെ റൂം കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ മുറിയെടുക്കണ കാരണം അതിൻ്റെ മേളിൽ തട്ടടിക്കാൻ പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. തട്ടടിക്കാൻ പോയതല്ല, ഞാൻ കോളേജിൽ പോയത് ഞാൻ പഠിച്ച് എനിക്ക് കലാരംഗത്തേക്കുള്ള സംഭവത്തിനാണ് കോളേജിൽ പോയത്. എല്ലാവരും കോളേജിൽ പോകണം തട്ടടിക്കാനാണ്. നിന്റെ കാര്യം ഞാൻ പറയണത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയും. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഞാൻ സമ്മാനം മേടിച്ചത് അമ്മാവൻ കണ്ടിട്ടില്ലേ? സമ്മാനം മേടിക്കുകയല്ലായിരുന്നല്ലോ, അതെല്ലാരും കൊടുത്തതിന് ശേഷം നീ എടുത്തോണ്ട് പോലും അല്ലായിരുന്നു. അതന്നെ, അത് എടുത്തോണ്ട് പോരെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മാനം തരാനുള്ള നടൻ തിരക്കായതുകൊണ്ട് പോയി എന്റെ കയ്യിൽ ഞാൻ എടുത്തോണ്ട് പോകുന്നു. അതിനെന്താ കുഴപ്പം? എടാ, സമ്മാനം മേടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്ത് അത് 10 പേർക്ക് ഇഷ്ടപ്പെട്ട് അവരൊരു അംഗീകാരമാണ് നിനക്ക് തന്നത്. അതാണ് ഈ സമ്മാനം എന്ന് പറയുന്നത്. നീ അവിടെ ചെന്ന് ഈ പരിപാടി കിടക്കിയെന്ന് മേടിച്ചിട്ട് പോകുന്നത് നല്ല സമ്മാനം. എന്റെ ലോക പരാജയമേ. അമ്മാവന് വല്ല സമ്മാനം കിട്ടിയിട്ടുണ്ടോ? പിന്നെ അമ്മാവൻ എന്ത് കഴിവുണ്ട്? എനിക്ക് ജാവലിംഗ് ത്രോയൊക്കെ ആയിരുന്നു. എന്റെ അമ്മാവ ഇതൊന്നും നടക്കണ കാര്യം. നിനക്ക് അറിയാമോ ജാവലിംഗ് ത്രോ എന്നാന്ന് വെച്ചത്? അമ്മാവൻ അറിയാമോ ജാവലിംഗ് ത്രോ? പിന്നെ അവിടെ 2 കമ്പ് നാട്ടും. കമ്പ് നാട്ടി വെച്ചിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കമ്പ് നാട്ടുമെന്നാ പറഞ്ഞത്. 2 കമ്പ് കുത്തി വെച്ചിട്ട് അവിടെ അതിനിടക്ക് ഒരു കയറ് വലിച്ചു കെട്ടും. ആഴ്ച ഓടിച്ചെന്ന് ഇതിന്റെ മേളിൽ കൂടെ ചാടും. അതാണ് ജാവലിംഗ് ത്രോ. അത് ഹൈ ജമ്പ് എന്ന് പറയും. ഹൈ ജമ്പ്. ജാവലിംഗ് ത്രോ എന്ന് പറഞ്ഞാൽ എറിയണതാണ്. അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. നിന്റെ കോളേജ് കാലമല്ല എന്റെ അന്നത്തെ കാലം എന്ന് പറയുന്നത്, അറിയാവോ? കോളേജിൽ പോയി അതല്ലേ രസം. ഞങ്ങളവിടെ പിന്നെ ഇവിടെ ദുരിതാശ്വാസ സമയത്ത് രസം കോളേജിലായിരുന്നു. നാട്ടിലൊരു ദുരിതമുള്ളത് അമ്മാവനാണ്. അമ്മാവനാണ് നാട്ടിൽ നിന്ന് പോയപ്പോ അവർക്ക് ആശ്വാസമായി. അതാണ് ദുരിതാശ്വാസം. അല്ലടാ, നേര് പറഞ്ഞതാണ്. ഈ പ്രളയവും ഒന്നൊക്കെ ഉണ്ടായപ്പോഴേ പണ്ട് ഈ പ്രളയം ഇതല്ല പണ്ട് അന്ന് ഞങ്ങൾക്ക് അവിടെ ആയിരുന്നു ചാപ്പാടും ഉറക്കമൊക്കെ. അങ്ങനെയുള്ള വിട്ടിത്തരത്തിന് ഞാൻ കൂട്ടുന്നിട്ടില്ല. അതൊക്കെ അങ്ങനെ പോണം. നമ്മൾ ഈ കോളേജ് ലൈഫിലൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും സംഭവം പെർഫോം ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് നല്ലതല്ല. ആരാ പെർഫ്യൂം തന്നത്? പെർഫ്യൂം തന്നതല്ല, നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുക. മനസ്സിലായില്ലേ? അങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മളുള്ള കലയെ നമ്മൾ വളർത്തുക എന്ന് പറയും. കലയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ. കലയെ വളർത്തിയതിന്റെ കാര്യം ചോദിക്കണമെങ്കിൽ അയ്യനോട് ചോദിക്കണം. അതന്നെ, അവിടുത്തെ കലയെ വളർത്തിക്കൊണ്ടു ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് ഒരുമാതിരി ആക്കലാണ്ട് അമ്മാവൻ പറഞ്ഞത്. എന്ത് കഷ്ടം! ഇതല്ല പറഞ്ഞത്. പിന്നെ കലാപരമായ കഴിവുകൾ അമ്മാവൻ മുന്നോട്ട് കൊണ്ടുവരണം, വളർത്തി കൊണ്ടുവരണം. എടാ, അതൊക്കെ ഒരു വാസനയാണ് ഈ നാടകത്തിൽ. ശരിയാ, നല്ല മീൻ വാസന ഉണ്ട് കുളിച്ചിട്ട്. അതല്ലടാ, എടാ, നാടകത്തിന് പോകണം അവരെല്ലാരും നാടകക്കാരാണോന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല. നാടകത്തിന് നാടകക്കാരാ. ഈ മിമിക്രിക്ക് പോകണമെന്ന് പറഞ്ഞാൽ മിമിക്രിക്കാരാണോന്നില്ല. അതെന്താ അങ്ങനെ? എടാ, ഓരോരുത്തരും ഓരോ വാസന. എന്റെ മോൻ ഇതിന് എല്ലാത്തിനും പോയതാണ്. ഏതിന്? ഈ മിമിക്രിക്ക് പോയി, നാടകത്തിന് പോയി, വലയ്ക്ക് പോയി. ഇതിനൊക്കെ പോയി കാണാനായിരിക്കും പോയി. എടാ, അതാ പറഞ്ഞ അവനൊരു വാസനയുണ്ട്. അവനതൊന്നും സക്സസ് ആയില്ല. അവൻ എന്നോട് പറഞ്ഞ അച്ഛൻ എനിക്ക് ഇച്ചിരി ചില്ലറ വേണം, ഇച്ചിരി രൂപ വേണം. അവന് വേറെ സ്വന്തമായിട്ട് എന്തോ അറിയാവുന്ന തൊഴിൽ ചെയ്യണമെന്ന്. അന്നേരം തന്നെ ഞാൻ വലിച്ച കാശെടുത്ത് അവന് രൂപ കൊടുത്ത് എന്റെ അവന് കൊടുത്തു. കാരണം എന്താ, അവനൊരു തൊഴിൽ കണ്ടെത്തി. അവൻ ചേർത്ത് ചെയ്ത് ഹെൽമെറ്റ് മേടിക്കുമ്പോൾ സ്വന്തമായിട്ട് ബൈക്ക് മേടിച്ച് മാല പൊട്ടിക്കുമ്പോൾ അന്നതായിട്ട് ജീവിക്കല്ലോ. അവന്റെ ഭാര്യയും പിള്ളേരും നോക്കണില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞ എന്താ, ഈ നാടകത്തിന് പോണ നാടകക്കാരല്ല, മിമിക്രിക്ക് പോണ മിമിക്രിക്കാരല്ല. പിന്നെ മിമിക്രിക്ക് പോണ ഒരു മിമിക്രിക്കാരല്ലേ? അവര് ചെറിയ ശബ്ദം കേൾപ്പിക്കും ചില നടന്മാരെ പറയും മിമിക്രിക്കാരല്ലേ?
അവരൊക്കെ മിമിക്രിക്കാരല്ലേ? ഇപ്പം കാക്കകാരിയാണ് പൂച്ചക്കാരനെ പോലെ കേൾക്കണത്. അതൊക്കെ മിമിക്രിക്കാരുടെ കലാകാരന്മാർ അങ്ങനെ പറയാൻ പാടില്ല. ചേട്ടൻ എന്തെങ്കിലും കലാപരിപാടിയിൽ പണ്ടുണ്ടായിരുന്നോ? ഞാൻ കാണുമ്പോഴൊക്കെ ചേട്ടൻ ആ കുഞ്ഞപ്പൻ ചേട്ടൻ്റെ ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കണം, അല്ലാതെ നിങ്ങൾ ഇന്ന് വരെ സ്റ്റേജിൽ കയറി കമ എന്ന ലക്ഷണം പറയണ ഞാൻ കേട്ടിട്ടില്ല. അല്ലടാ, ഞാൻ പൂച്ച കാറുന്ന പോലെയൊക്കെ കാറും. ചേട്ടനാ? ചേട്ടൻ പൂച്ച കാറെന്ന് പറഞ്ഞ പോലെ കാറെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വിശ്വസിക്കൊന്നുമില്ല. പൂച്ച കാരണ പോലെ കാരണത് മിമിക്രിയൊക്കെ അവതരിപ്പിക്കാനുള്ള നല്ല കഴിവുള്ള കലാകാരന്മാർ. ചേട്ടൻ മിമിക്രി അറിയാവോ? ഞാൻ പൂച്ച കാറുന്ന പോലെ കാറും, പൂച്ച പാട്ട് പാടുന്ന പോലെ പാടും. പാടുവാ? അങ്ങനെയാണെങ്കിൽ ഒരു ഐറ്റം ഒന്ന് ചേട്ടൻ ഒന്ന് കാണാം. എന്നാ പൂച്ച മറ്റേ ഉണ്ണി ബാബ പാട്ട് പാടിയാലോ? ഇതൊക്കെ നടക്കുവാ? നടക്കേല, ഞാനിവിടെ നിന്ന് പാടാൻ പറ്റും. ഇതൊക്കെ ആൾക്കാർക്ക് കേൾക്കണം. ഓക്കെ, എന്നാ പിടിച്ചോ. ഓക്കെ. എന്നെ പിടിക്കാനല്ലടാ, എടാ നീ ഇത് കേട്ട് പിടിച്ചോളാം. ഓക്കെ, ക്യാമറ നോക്കി പറയാം. ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ മിന്നുതാരത്തിൽ ഇന്ന് വന്നിട്ടുള്ള ഈ അമ്മാവൻ പറയണത് പുള്ളിക്ക് മിമിക്രി അറിയാമെന്നാണ്. പൂച്ച പാട്ട് പാടും. പൂച്ച ഉണ്ണി വാവാവോ എന്ന് പറയുന്ന പാട്ട് പാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രേക്ഷകർ ഇപ്പൊ ഒന്നാമത് ആൾക്കാരെ മനസ്സിൽ നിൽക്കുന്ന ഹിറ്റായ പരിപാടിയാണ്. ഈ പരിപാടി ഹിറ്റാവാൻ കാരണം നാട്ടിലുള്ള സാധാരണപ്പെട്ട കലാകാരന്മാരെ നമ്മൾ ഇതിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനത് ഹിറ്റാണെങ്കിൽ ചേട്ടൻ വൈറലാകും, ആൾക്കാർ കൈയടിക്കും. ഉണ്ണി വാവാവോ പാട്ട് പാടാം. ഓക്കെ. ഈ പൂച്ച ഉണ്ണിവാവ പാട്ട് പാടിയാൽ കൊള്ളാം കേട്ടോ. അത് ഓഡിയൻസ് ഒക്കെ ഒന്ന് കൈയടിക്കണം, കാരണം അല്ലേ കുഴപ്പമില്ല. എന്നാ ഉണ്ണിവാവ പാട്ട് പാടണം. അതല്ലേ പാടിയത്? ഇത് ഞാൻ കടിപിടി വെക്കണ ചേട്ടൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ ചേട്ടനല്ല ഉറപ്പുണ്ട്? അയ്യോ, ഞാൻ കടിപിടി വെക്കണം ആദ്യം കാണിച്ചത്. ഇനി പാട്ട് പാടാൻ കിടക്കുവാ. അപ്പൊ ഇപ്പൊ കാണിച്ചത് കടിപിടിയാണ്. കടിപിടി. ഇനി പാട്ട് പാടും. പൂച്ച പാട്ട് പാടും. അപ്പൊ ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ ചേട്ടൻ ഇതുവരെ ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന ഒരു സംഭവമാണ് കാണിക്കാൻ പോണത്. നല്ലൊരു കഴിവുള്ള കലാകാരനാണ് അദ്ദേഹം. നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ കിടക്കുവാ സാധനം. പിടിച്ചോ. ആഹാ, എടാ ഇതാ മിമിക്രി, അല്ലാണ്ട് നീ കാണിക്കുന്ന അതല്ല മിമിക്രി. ഇതാണ് മിമിക്രി. പിന്നെ ഇനി പൂച്ചയുടെ എന്തെങ്കിലും പൂച്ച നാമം ചൊല്ലണത് അതൊക്കെ ചെയ്യുക. പിന്നെ സന്ധ്യാനാമം ചൊല്ലണത് ഇതൊക്കെ അമ്മാവൻ വന്നപ്പോ തന്നെ പറയണ്ടത്. ഇതൊക്കെ പറഞ്ഞാലേ നമ്മുടെ പരിപാടിയിലൂടെ നമ്മൾ എന്തോരം ആൾക്കാരെ പരിചയപ്പെടുത്തി കഴിവുള്ള പൂച്ച നാമം ചൊല്ലണത്. അപ്പൊ ഞാൻ പറയണം, ഇൻട്രൊഡക്ഷൻ പറയണം. പ്രിയമുള്ളവരെ, നമ്മുടെ മിന്നുതാരത്തിലൂടെ പൂച്ച നാമം ചൊല്ലുന്ന ഒരു ഐറ്റമാണ് ഈ അമ്മാവൻ അവതരിപ്പിക്കാൻ പോണത്. ഓക്കെ. അടിപൊളി അടിപൊളി. എന്റെ ചേട്ടാ ഇത്രയും കഴിവൊക്കെ ഉള്ള ആളാണല്ലോ. ഇതൊക്കെ നമ്മുടെ കസ്റ്റഡി, നമ്മൾ അടിക്കാഞ്ഞിട്ടാ. ചേട്ടൻ നമ്മൾ അടിക്കാഞ്ഞിട്ടാണ്. ചേട്ടന് പറഞ്ഞ അടിച്ചപ്പോ ചേട്ടൻ ഇത് അടിക്കാന്ന് തോന്നുന്നു. അല്ലാണ്ട് നിന്റെ അത് മിമിക്രിക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടനൊരു അവസരം കൊടുക്കണം. പരിപാടിയൊക്കെ വിളിച്ചാ വരും. ഓക്കെ. അപ്പൊ ഇനി അടുത്ത എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ചേട്ടൻ മിമിക്രി ആയിട്ട്? പൂച്ചയുടെ എന്തെങ്കിലും ഒരു സംഭവം കൂടി അവതരിപ്പിക്കൂ. പൂച്ച ഒരു ഡയലോഗ് പറഞ്ഞ് അങ്ങനെ ഉണ്ടാവും നോക്കിയാലോ? ഏതെങ്കിലും ഒരു സിനിമ ഡയലോഗ്. നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അതൊന്ന് പറഞ്ഞു നോക്കിയാലോ? അത് പൂച്ച പറയുന്ന പോലെ. അപ്പൊ ലേലം എന്ന സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട സോമൻ സാറ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം പറഞ്ഞൊരു ഡയലോഗാണ്. നമ്മുടെ മലയാളികളുടെയൊക്കെ മനസ്സിലുള്ള ഡയലോഗാണ്. നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഈ ഡയലോഗ് ചേട്ടൻ കറക്റ്റായിട്ട് പറയും, കാരണം ചേട്ടനെ പള്ളിക്കൂടത്തിൽ പോയിട്ട് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം. ഓക്കെ. അടിപൊളി. സൂപ്പർ. ഇത് ഹിറ്റാണ്. ഇതൊക്കെ കിടക്കണ സാധനങ്ങളാ. ഇതെന്താ ഇത്രയും നാളും പുറത്തു കൊണ്ടുവരാൻ? അതാണ് ടെക്നിക്ക്. ആണല്ലേ? പിന്നെ ടെക്നിക്കാണ് അത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ചേട്ടൻ ഇത്രയും ഒരു കഴിവുള്ള ആളാണെങ്കിൽ ചേട്ടന് പണ്ടേ ചേട്ടൻ മിമിക്രിയിൽ ചേട്ടൻ സ്റ്റാർ ആയിരുന്നു. ചേട്ടൻ നാട്ടിലൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ? എന്ത് പരിപാടിയിലൊക്കെ? നിന്റെ മിമിക്രി ഒന്നും അല്ല. അതെങ്ങനെയാണ്? അതൊക്കെ വേറെ വെറൈറ്റി സാധനങ്ങളായിരുന്നു. ഒന്ന് പറയൂ, നാട്ടിൽ എവിടെയാണ് പരിപാടി ചെയ്തതെന്ന് പറയൂ. ഞങ്ങള് മോഹൻലാലിന്റെ ഒക്കെ ഫിഗർ ചെയ്തിട്ട് ശങ്കറിനാണെന്ന് പറഞ്ഞ് ഭയങ്കര കൈഡിയായിരുന്നു. മോഹൻലാലിന്റെ ഫിഗർ ചെയ്തിട്ട് ശങ്കറിനാണെന്ന് പറഞ്ഞ് ഭയങ്കര കൈഡിയായിരുന്നു. അങ്ങനെ 2 കൂട്ടരെ ഫാൻ വന്ന് കൈ തന്നു.
മോഹൻലാലിന്റെ പാനം വന്ന് ശങ്കറിന്റെ പാനം. അതൊക്കെ പരിപാടി അല്ലാണ്ട് നിൽക്കണോ. ഞാൻ ചേട്ടനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്, ചേട്ടന്റെ നാട്ടിൽ എന്തോ ഒരു കുടുംബശ്രീക്ക് ചേട്ടൻ പരിപാടി ചെയ്തിട്ട് അവിടെ ഇന്ന് ഭയങ്കരമായ കയ്യടിയോടുകൂടി ചേട്ടനെ ജനം പൊക്കി എടുത്തോണ്ട് പോയി. പിന്നെ ചേട്ടൻ 2 മാസം കണ്ടില്ലെന്ന് പറഞ്ഞത് എങ്ങോട്ടാ കൊണ്ടുപോയത് അവര് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ തുടക്കം പോലും പറ പരിപാടി അവതരിപ്പിക്കുന്നു. പരിപാടി ഞങ്ങളെ സ്റ്റേജ് ഹലോച്ചക്ക് വെച്ച് കയറി. ആലോചനൊക്കെ വെച്ച ഹലോച്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങള് മിമിക്രിക്കാരെല്ലാരും ഉണ്ടല്ലോ, നിങ്ങൾ ഡയലോഗ് മറന്നു പോകും. അതിനാണ് ഈ പറഞ്ഞ ഹലോച്ച് നോക്ക് അതാണ് പിന്നീട് ഹലോച്ചക്കായിട്ട് വന്നത്. അങ്ങനെ വന്ന് കയറി പരിപാടി അങ്ങോട്ട് തുടങ്ങി. എന്തോ എവിടെയോ ഒരു തട്ടുകേട് പറ്റി. എങ്ങനെ പരിപാടി കിടക്ക് അവതരിപ്പിച്ചോണ്ടിരുന്നു. അങ്ങനെ ആദ്യം 2 സ്റ്റേജിലേക്ക് വന്നു. എങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലെടുത്ത പാടിക്കൊണ്ടിരിക്കുക. ആ പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് മോഹൻലാലിന്റെ സിനിമ ഉണ്ടായിരുന്നു, പഴനിമല മുരുകന് പള്ളിവേലായുധം. ഓ, അത് ഹിറ്റ് പാട്ടല്ലേ, പഴനിമല മുരുകന് പള്ളിവേലായുധം, അതല്ലേ? അത് അടിപൊളി ഗാനമേളക്കൊക്കെ എന്റെയൊക്കെ ഓർമ്മയിൽ ഞങ്ങളുടെ കോളേജിലൊക്കെ ഞങ്ങൾ പാടിയ പാട്ടാണ്. അപ്പൊ നമ്മുടെ പയ്യൻ രഞ്ജി ശ്രീമാനസാർ ഈ പാട്ട് കയറ്റിക്കൊണ്ടിരിക്കേ. നിങ്ങളുടെ ഗായകൻ? ഞങ്ങളുടെ ഗായകൻ. ഈ പാട്ടങ്ങാട്ട് തുടങ്ങി 2 പേര് ഒന്നപ്പത്തലൊടിച്ചിട്ട് വരാൻ തുടങ്ങിയിട്ട് തല്ലാനായിട്ട്. ആദ്യം നിർത്തലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഗവനിച്ചില്ല. അപ്പൊ ഈ പാടിക്കൊണ്ടിരുന്നവൻ പിന്നെയും പാടിയണേ, പഴനിമല മുരുകന് പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനോ. അന്നേരം അവര് സ്റ്റേജിന് പറ്റിലെത്തി ഈ കൊന്നപ്പത്തലുമായിട്ട്. അന്നേരം പിന്നെയും പാടി വരിക വരിക വരികേല ഇനിമേല വരികേല. അല്ല, അതൊരു നല്ലൊരു കഴിവ് തന്നെ ഉണ്ട്. കാരണം എന്തെങ്കിലും പാട്ട് പാടുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അറിയാട്ടെ, ഈ നാട്ടിലെ നമ്മളെ പോലത്തെ ചെറിയ കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട്. എന്ത് കണ്ടാലും അവർക്ക് കുറ്റം, ഇവരൊട്ട് ചെയ്യേയില്ല. അങ്ങനെ ആരെങ്കിലും നാട്ടിലുണ്ടോ? പിന്നെ നമ്മള് ചെയ്യണത് അവർ കണ്ടുകൂടാ, എന്നാ അവര് ചെയ്യാൻ പറഞ്ഞാൽ അവരോട്ട് ചെയ്യത്തുമില്ല. അപ്പൊ അവര് ഒട്ടും അംഗീകരിക്കില്ല. ചേട്ടനെ ശരിക്കും നമ്മളുടെ പ്രേക്ഷകർ അംഗീകരിക്കും. കാരണം മിന്നുതാരം എന്ന് പറഞ്ഞ പരിപാടി കാണുന്നവരെല്ലാ പ്രേക്ഷകരും കലയോട് ഒരുപാട് സ്നേഹമുള്ള. പിന്നെ നമ്മള് ഞാൻ കലയോട് സ്നേഹിച്ചതാണ് അവസാനം അവരുടെ വീട്ടിൽ നിന്ന് അവരെ തന്നെ തല്ലിയത്. ഏത് കലയോട് സ്നേഹിച്ചു? ആ കലയല്ല നമ്മൾ പറഞ്ഞത്, ചേട്ടൻ്റെ ഒരു ആക്കലാണ് ഈ പറയുന്നത്. ഇത് ശരിക്കും നമ്മളുടെ ഒരു കലാപരമായ കഴിവുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി എന്താണ് മിമിക്രി അല്ലാതെ ചേട്ടൻ എന്തെങ്കിലും കഴിവുകൾ നാട്ടിൽ വല്ല പരിപാടി ചെയ്യുകയോ പദ്യം ചൊല്ലല് ചെയ്യുകയോ ആരെല്ലാം ഓടിച്ചിട്ട് തല്ലുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തല്ല് മേടിച്ചു അത് എഴുതി കൂട്ടി വെച്ചിരിക്കല്ലേ. അതെന്താ അങ്ങനെ എഴുതി? ആൾക്കാർ കൊണ്ടുവന്നേ ആണല്ലേ. പിന്നെ ചേട്ടന് കുടുംബത്ത് കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുള്ളവരോ ബാലക്കാരോ നാടകക്കാരോ അങ്ങനെ അല്ല ഉണ്ട്? പാട്ടുകാരൊക്കെ ഫാമിലിയിലുണ്ട്. ഭാര്യയൊക്കെ പാട്ടുകാരിയാ. ചേട്ടന്റെ വൈഫ് പാട്ട് പാടും? ചേട്ടന്റെ വൈഫ് പാട്ട് പാടുമെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറുടെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ പാടത്തില്ല. അല്ല, നമ്മളിങ്ങോട്ട് വിളിപ്പിക്കാം. കൊച്ചിനുറക്കാനല്ല, ഇവിടെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത കലാകാരന്മാർക്ക് വരാനുള്ള അവസരമുണ്ട്. അവള് പാടുന്ന കൊച്ചിനുറക്കാൻ നേരത്ത് മാത്രമേ പാടത്തുള്ളൂ. ആണല്ലേ. ചേച്ചി പാടിയിൽ ഒരു ചേട്ടന് മറക്കാൻ പറ്റാത്തൊരു പാട്ട് ഏതാണ്? എന്നോടാ? ചേച്ചി പാട്ട് പാടിയല്ലോ, കൊച്ചിനുറക്കാൻ പാടുമല്ലോ. അപ്പൊ ചേട്ടനെ പാട്ട് ഇപ്പൊ അതിരാത്രിയൊക്കെ ആകുമ്പോ ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ പാടിത്തരും, 2ാമത്തെ ദിവസം പാടിത്തരും, 3ാമത്തെ ദിവസം പാടിത്തരും, അങ്ങനെ പാട്ട് പാടിത്തരുമല്ലോ വൈഫ്. ചേട്ടൻ അതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? ചേച്ചി പാടിയിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാറില്ല ഇന്നെന്നുള്ളിൽ പൂക്കാലം. അത് ഇഷ്ടപ്പെടാൻ കാര്യം അങ്ങനെ പറഞ്ഞോണ്ട് അത്രയും സ്വീറ്റാണ്, അത്രയും ഫാമിലി മാനാണ്. കുടുംബം വിട്ട് ഒരു കളിയില്ല. ഇല്ല. അപ്പൊ മകൻ ഇപ്പൊ നാട്ടിൽ എന്ത് ജോലിയാണ് ചെയ്യണത്? അവൻ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്വന്തം കണ്ടെത്തി ഹെൽമെറ്റ് ഒക്കെ മേടിച്ച് വെച്ച് മാല പൊട്ടിക്കാനായിട്ട് അങ്ങനെ മാല പൊട്ടിക്കാൻ പോണ. ഇപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ ഇവൻ മകനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? മാല മോഷണം എന്നൊക്കെ അവന് തൊഴിലില്ല, അവൻ സ്വന്തമായിട്ട് കണ്ടെത്തി തൊഴിലല്ലേ. എന്നാലും അതൊക്കെ മോശമല്ല കേട്ടോ, ഒരാളുടെ മാല അവനെ സംരക്ഷിക്കുന്നുണ്ട് പോലീസുകാരി. അങ്ങനെ അവരുടെ അപ്പൊ ജയിലിലായി. മകന്റെ കുടുംബം, കുഞ്ഞുങ്ങള്, വൈഫ് ആയില്ലോ. ഭാഗ്യരീതി വേറെയും കൊടുക്കുന്നതല്ല. അവള് പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട്. അത് കാരണം പിന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ചേട്ടന്റെ കറക്റ്റ് സ്ഥലം എവിടെയാ? എന്റെ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയാം, അവിടെ ഉള്ളവർക്ക് നല്ല കലാസ്നേഹികളാണ്. ഇപ്പൊ ഓണപരിപാടി, ഉത്സവ പരിപാടികൾക്കൊക്കെ ഒരുപാട് ജനകീയമായ രീതിയിൽ പരിപാടികൾ ചെയ്യുന്ന നാടാണ്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും തൃക്കുന്നപ്പുഴ പൂരം, ആ വലിയ പരിപാടിക്ക് വന്നപ്പോഴത്തേക്കും എന്തോരം നല്ല റിമി ടോമി ചേച്ചിയുടെ ഗാനമേള, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പരിപാടിയൊക്കെ വെച്ചു. അപ്പൊ ഞാൻ ആ സമയത്ത് ആലോചിച്ച് ഇത്രയും നല്ല കലാ ആസ്വാദകരുള്ള സ്ഥലമാണോ എന്ന്. ചില സ്ഥലത്ത് ഇങ്ങനെ നല്ല പാട്ട് പാടിക്കഴിഞ്ഞാൽ ഗുണം എന്താണ് കേട്ടോ? ചില ആൾക്കാരുണ്ടല്ലോ, പിള്ളേരുണ്ട്. പിന്നെ പരിപാടിക്ക് പോയാൽ കഴിഞ്ഞാൽ അവര് ചില അമ്പലത്തിലെ പ്രത്യേകത അറിയാമോ? ഏത് ചില അമ്പലത്തിൽ? നിങ്ങളുടെ അടുത്തുള്ള? ഞങ്ങളുടെ അടുത്തുള്ള പറയാൻ പറ്റിയല്ല. എന്നാ പറഞ്ഞോ.
അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൈയുടെ വെള്ള കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് തത്തിയിടിക്കും. ഈ പരിപാടി പൊളിഞ്ഞ ഇനി മേലെ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അപ്പൊ ചേട്ടന്റെ കയ്യിലേക്ക് കാണുന്ന പാട അങ്ങനെ കർപ്പൂരം വെച്ചാണല്ലേ? അത് ഇപ്പഴത്തെ കയ്യ. ഇവിടെ ചൂരം തറക്കായിരുന്നു. ചൂരം തറച്ചാ? അപ്പൊ ചേട്ടൻ ഇത്രയും അന്നത്തെ കൊണ്ടൊക്കെ ഒതുക്കിയത് പരിപാടി ഒതുക്കി. അപ്പൊ ഞാൻ ഈ പരിപാടിയെ കുറിച്ച് ഇത്രയും പറഞ്ഞു വന്നു. ഞാനിവിടെ ഒരു മിമിക്രിയും അവതാരകനായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചേട്ടൻ മിമിക്രിക്കാരെ കുറ്റം പറഞ്ഞത് ശരിയായില്ല. അല്ല, മിമിക്രിക്കാര് ആരും മോശക്കാരൊന്നുമല്ല. ഞാൻ ചുമ്മാ നിന്റെ മനസ്സെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനൊരു മിമിക്രിക്കാര് ആണ് നല്ലൊരു കലാകാരനാണ്. മിമിക്രി, നാടകം, ഈ കല എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ ലോകം എന്ത് കഷ്ടപ്പാടിലായി പോയേനെ. അതെ, തീർച്ചയായും. അപ്പൊ കലാകാരന്മാരെ നമ്മൾ സമൂഹം അംഗീകരിക്കും. തീർച്ചയായിട്ടും അംഗീകരിക്കണമല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം കൂടെ ഇവിടെ പെർഫോം ചെയ്യാനുണ്ടോ കയ്യിൽ? ഇനി എന്നാ കാണിക്കാനാടാ ചെറുക്ക കാര്യം വയസ്സുപ്രായമായി. എനിക്ക് ഷുഗറിന്റെയും പ്രഷറിന്റെയും അസുഖമുള്ളതാ. പ്രഷറാ? ചേട്ടാ പ്രഷർ കൃത്യമായിട്ട് പ്രഷർ അങ്ങനെയുള്ള അസുഖമുള്ളവരാണ്. അപ്പൊ ഞാൻ അത് തന്നെ എനിക്ക് മൂത്രത്തിക്കല്ലും ഉണ്ട്. ചേട്ടനാ? അങ്ങനെന്നുണ്ടൊരു വീഡിയോ വെക്കാൻ വേണ്ടി കല്ല് പുറത്തെടുക്കണ്ടല്ലേ? മുതലെല്ലാം എടുത്ത് വെച്ചാൽ പോരെ? എടാ അതല്ല, മൂത്രത്തിക്കല്ലേ, മൂത്രം പോകുന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ചേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷം അറിയുന്നു. ചേട്ടന്റെ തുടർ കലാജീവിതമൊക്കെ ഇനി തുടരണോട്ടെ. ഇനി ആൾക്കാരൊക്കെ എന്തും ആൾക്കാരെന്നും മിണ്ടാതിരുന്ന് പരിപാടി കാണുന്നു, അന്ന് സ്റ്റേജിൽ കയറാന്ന് ഓർത്തിരിക്കുവാ ഞാൻ. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോവിഡ് സമയം ഒരിക്കും നല്ലത്. കാരണം മാസ്ക് വെച്ചുകൊണ്ട് കൂലധികം വെളി വരില്ലല്ലോ. നല്ല കാര്യം അതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ചേട്ടന്റെ തുടർ കലാജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചേട്ടൻ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ മിന്നും താരത്തിന്റെ മനോഹരമായ എപ്പിസോഡിലൂടെ നമുക്ക് ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചു. ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴും ചേട്ടൻ ഇങ്ങനെ വന്ന് കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ പൂച്ചയുടെ മിമിക്രിയൊക്കെ കാണിച്ചത് അതിഗംഭീരമാണല്ലോ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട ചേട്ടനെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ചേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. തീർച്ചയായിട്ടും ഒരുപാട് വേദികൾ ഇനി കിട്ടട്ടെ. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ വേദിയിൽ എത്തിയ ചേട്ടന് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും മനോഹരമായ ഒരു അടിപൊളി താരവുമായിട്ട് മിന്നുന്ന താരവുമായിട്ട് മിന്നും താരത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിട.